ഉള്ളവരെ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമ്മൾ. അപ്പോൾ എന്താണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കാറ്റഗറി നമ്പർ ഏതാണെന്ന് നോക്കാം. ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ 363/2025 ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഏതാണെന്ന് കാണാൻ സാധിക്കും. ഏതാണ് പോസ്റ്റ്? അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ഒരു പരീക്ഷയായിരുന്നു. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. കാറ്റഗറി നമ്പർ ഓൾറെഡി പറഞ്ഞു, 363/2025. വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് അതുപോലെ തന്നെ കോർപ്പറേഷനെ ബോർഡുകളിലേക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷയിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, സെലക്ഷൻ നടത്തുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ കമ്പനികൾക്കനുസരിച്ചും ബോർഡുകൾക്കനുസരിച്ചും കോർപ്പറേഷനുകൾക്കനുസരിച്ചും മാറ്റമുണ്ടായിരിക്കും. അപ്പോൾ അവർ തീരുമാനിക്കുന്നതായിരിക്കും അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള OMR എക്സാമിനേഷൻ നടന്നത് 25/4/2026 അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ ഇനി ഉറ്റുനോക്കുന്നത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ മുടങ്ങാതെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്കിത് നോക്കിയിട്ട് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പോസ്റ്റിൻ്റെ പേരിതാണ്. ഓക്കെ, ഞാനിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. തൊട്ട് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നുണ്ട്. ഓരോ കാറ്റഗറി തിരിച്ചുമാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയേണ്ടത് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ എത്ര പേരെ PSC ഉൾക്കൊള്ളിച്ചു, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേര് വന്നു, കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്യുക നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിൻ ലിസ്റ്റിൽ വരുമ്പോൾ 202 പേരുണ്ട്, സപ്ലിമെൻ്ററിയിൽ 214, ഡിഫറൻ്റ് ഏബിൾ ലിസ്റ്റിൽ 20, അങ്ങനെ ആകെ 436 പേരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം 54.33 മാർക്ക്. 54.33 മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്. സോ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യുക, കൂടെ കൂടുമല്ലോ. താങ്ക്